ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ന്യൂ ഇയറിൻ്റെ നൈറ്റിൽ, അതായത് 31 ഡിസംബറിന് ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നതാണ്. അത് നമ്മുടെ കോഴിക്കോടിൽ നമ്മുടെ ന്യൂ ഇയർ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാനും ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പം മൊത്തത്തിൽ കോഴിക്കോടിൻ്റെ ഒരു ഭംഗി ന്യൂ ഇയർ നൈറ്റിൽ എങ്ങനെയാണെന്നുള്ളതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് തോന്നി. സോ നമ്മൾ ഇതാ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. മാനാഞ്ചിറ സ്ക്വയറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് ലൈറ്റ് വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മാനാഞ്ചിറ സ്ക്വയറിനുള്ളിലോട്ട് പോവാട്ടോ. മരം പോലും വിടാതെ അതുപോലും ലൈറ്റ്സ് വെച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവരിവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ ഈ ഒരു മാനാഞ്ചിറ സ്ക്വയറിൽ ഫുള്ള് ലൈറ്റിംഗ് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ കാരണം ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് മടങ്ങി പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ MT വാസുദേവൻ നായർ മരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു 2-3 ദിവസം നമ്മുടെ മാനാഞ്ചിറ സ്ക്വയറിൽ ലൈറ്റ്സ് ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ദൂരെ നിന്നൊക്കെ കാണാനായിട്ട് അത്രയും ആശിച്ച് വന്നിട്ടുള്ള ഒരുപാട് പേര് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളവർക്ക് കൂടി ഈ മൊത്തം ലൈറ്റ്സ് ഒക്കെ ഒന്ന് കാണാലോ എന്ന് കൂടി വിചാരിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ലൈറ്റ്സിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് ഈ ആളെ കണ്ടത്. ആക്ച്വലി പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനതൊരു സ്റ്റാച്യു ആണെന്ന് വിചാരിച്ചത്. കാരണം ആൾ അനങ്ങാതെ അങ്ങനെ പോസ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ന്യൂ ഇയർ നൈറ്റിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാവുന്നത് കോഴിക്കോട് ബീച്ചിലാണ്. എന്നിട്ട് പോലും മാനാഞ്ചിറയിലും ഈ ഒരു ടൈമിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു ഹാർട്ടിന്റെ ഡെക്കറേഷൻ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതിന്റെ തന്നെ ഒരു വൈറ്റും ഉണ്ട് കേട്ടോ. അതും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ വൈറ്റ് ഹാർട്ട്. എനിക്ക് ആ ഒരു റെഡ് ഹാർട്ടിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഒരു വൈറ്റ് കളറിലുള്ള ഹാർട്ടാണ്. (2025) എഴുതിയിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇതുപോലെ കോഴിക്കോട് മലപ്പുറം ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മുടെ കോഴിക്കോട് മാനാഞ്ചിറ SM സ്ട്രീറ്റ്, അതുപോലെ നമ്മുടെ ബീച്ച്, ഇവിടേക്കൊക്കെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ. കോഴിക്കോട് ന്യൂ ഇയറിൻ്റെ നൈറ്റ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ എൻ്റെ ഒരുപാട് കാലത്തൊരു ആഗ്രഹമായിരുന്നു 31 ഡിസംബറിനൊക്കെ ന്യൂ ഇയർ നൈറ്റിൽ കോഴിക്കോട് വരണം, മൊത്തം ഒന്ന് കറങ്ങണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതെന്തായാലും ഇപ്രാവശ്യം സാധിച്ചു. ഈ ഒരു സ്നോമാൻ്റെ ഡെക്കറേഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ തന്നെ പെൻഗ്വിൻസും അതുപോലെ ഈ ഹിമക്കരടി ആണെന്ന് തോന്നുന്നു, അതിൻ്റെ ഒരു ഡെക്കറേഷൻ പോലെയൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്ന CSI ചർച്ചിലോട്ടാട്ടോ. അപ്പോൾ നിങ്ങൾ കോഴിക്കോട് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു CSI ചർച്ചിൽ കൂടി ഈ ഒരു ടൈമിൽ മറക്കാതെ വിസിറ്റ് ചെയ്യണം. ഇതും നമ്മുടെ മാനാഞ്ചിറ ലൈറ്റ്സ് പോലെ തന്നെ ക്രിസ്മസിൻ്റെ ഒക്കെ കുറച്ച് മുന്നത്തെ ദിവസം മുതൽക്കേ ഈ ലൈറ്റ്സ് വെച്ചിട്ട് ഇവിടെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ, നേരിട്ട് കാണാൻ വേണ്ടി ഇതിലും ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണം. ഞങ്ങൾ ചെന്ന സമയത്ത് ഉള്ളിൽ പ്രാർത്ഥന എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു, ആളൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ.
മാനാഞ്ചേരി സ്ക്വയർ ഫുള്ള് കറങ്ങുമ്പോഴേക്കും ഏകദേശം ഒരു മണിക്കൂറെങ്കിലും എടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് SM സ്ട്രീറ്റിലോട്ടാണ്. നൈറ്റിൽ ഷോപ്സ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുള്ള ഈ ഒരു ടൈമിൽ SM ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം രാവിലെ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലും ഫുള്ള് തിരക്കും ഷോപ്സിൽ നിന്നുള്ള ബഹളങ്ങളൊക്കെ മാറി വളരെ സൈലന്റ് ആയിട്ടുള്ള SM സ്ട്രീറ്റിലൂടെ വെറുതെ ഇങ്ങനെ നടക്കാനായിട്ട് ഒരു പ്രത്യേക ഫീലാണ്. അപ്പൊ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഫയർ വർക്ക്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ബീച്ചിൽ കൂടി പോകാൻ പറ്റുകയാണെങ്കിൽ പോവാം. ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആവുന്നുള്ളതാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ബീച്ചിൽ പോയില്ല. കാരണം ബീച്ചിൽ അത്രയും തിരക്കായിരുന്നു. ഒരു പരിപാടി പോലും നമ്മുടെ കോഴിക്കോട് ബീച്ചിലില്ലെങ്കിൽ പോലും അത്രയധികം ജനങ്ങളാണ് ഈ ഒരു ന്യൂ ഇയറിന് നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ ഉണ്ടായിരുന്നത്. സോ വണ്ടിയൊക്കെ വെക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ ലേറ്റ് ആവുന്നുള്ളതുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.